ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്ന് നമ്മൾ 6th സോഷ്യൽ സയൻസിലെ ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ നോക്കുന്നത്. ഓക്കെ, 11ാമത്തെ ചാപ്റ്റർ ആയ സ്വരുക്കൂട്ടാം കരുതി വെക്കാം എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. 2 ദിവസമായിട്ട് എനിക്ക് ക്ലാസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. ചെറിയൊരു ത്രോട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു. സൗണ്ട് ഒന്നും എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ക്ലാസ് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് 6th സോഷ്യൽ സയൻസിലെ 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്വരുക്കൂട്ടാം കരുതി വെക്കാം എന്നുള്ള ഈ ഒരു ചാപ്റ്റർ നോക്കട്ടോ. ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ കുട്ടികളും ടീച്ചറും തമ്മിലുള്ളൊരു ഡിസ്കഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഗുഡ് മോർണിംഗ്, എല്ലാവരും സന്തോഷത്തിലാണല്ലോ. ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞിരുന്നത് ഓർക്കുന്നുണ്ടോ? ടീച്ചർ, ഞാൻ എടുത്തു. ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് അക്കൗണ്ട് എടുക്കണം കേട്ടോ. ടീച്ചറും കുട്ടികളും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. എന്തിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്? ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിനെ പറ്റിയാണല്ലോ അവർ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ബാങ്കിനെ കുറിച്ചും ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ചും നമുക്ക് പരിശോധിക്കാം. എന്താണ് ബാങ്ക്? ബാങ്ക് എന്നുള്ളതിന് ഒരു നിർവചനമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്താണ്? പൊതുജനങ്ങളിൽ നിന്നും പണം നിക്ഷേപമായി സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച് പണം വായ്പയായി നൽകുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനമാണ് ബാങ്കുകൾ കേട്ടോ. അപ്പൊ എന്താണ് ഇവിടെ ബാങ്കിന്റെ ഒരു നിർവചനമാണ് കൊടുത്തിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? പൊതുജനങ്ങളിൽ നിന്നും പണം നിക്ഷേപമായിട്ട് സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച് പണം വായ്പയായി നൽകുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ. ഓക്കെ, ഇനി എന്താ ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തത്? ബാങ്കുകൾ രൂപം കൊള്ളുന്നു. മിച്ചം വന്ന പണം വ്യക്തികൾ ആവശ്യക്കാർക്ക് വായ്പ നൽകാൻ തുടങ്ങിയത് പ്രാദേശികമായ പണമിടപാട് നടത്തുന്ന വ്യക്തികളുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി എന്നാണ് പറഞ്ഞത്. എന്താണ്? മിച്ചം വന്ന പണം വ്യക്തികൾക്ക് ആവശ്യക്കാർക്ക് വായ്പ നൽകാൻ തുടങ്ങിയത് പ്രാദേശികമായ പണമിടപാട് നടത്തുന്ന വ്യക്തികളുടെ, അതായത് ലോക്കൽ മണി ലെൻഡേഴ്സിന്റെ ആവിർഭാവത്തിന് കാരണമായി. വായ്പ ആവശ്യമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ പണമിടപാട് നടത്തിയിരുന്നവർക്ക് കൂടുതൽ പണം കണ്ടെത്തേണ്ടതായിട്ട് വന്നു. ഇതിനായി അവർ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയത് പണമിടപാട് സ്ഥാപനങ്ങളിലെ രൂപീകരണത്തിലേക്ക് നയിച്ചു കേട്ടോ. സ്ഥാപനങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. പിന്നീട് എന്താണ്? വായ്പ തിരിച്ചടിക്കാനുള്ള ശേഷി, അതുപോലെ വിശ്വസ്തത എന്നീ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സ്ഥാപനങ്ങൾ ആവശ്യക്കാർക്ക് പണം വായ്പയായിട്ട് നൽകിയിരുന്നത്. നിക്ഷേപം സ്വീകരിക്കലും അതുപോലെ വായ്പ നൽകലും ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ വ്യക്തികൾക്ക് ഈ പ്രവർത്തനങ്ങൾ സ്വയം നിർവഹിക്കാൻ കഴിയാതെ വന്നു. ഇത് ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉദയത്തിന് വഴിയൊരുക്കി. അപ്പോൾ ബാങ്ക് എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നുള്ള ചെറിയൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് പണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബോക്സിൽ. എന്താണ് പണം? സാധനങ്ങളുടെയും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് പകരമായി സ്വീകരിക്കപ്പെടുന്ന എന്തിനേയും പൊതുവെ പണം എന്ന് വിളിക്കാം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം നിശ്ചയിച്ച് കൈമാറ്റം സുഗമമാക്കാൻ സഹായിക്കുന്നത് പണമാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഒന്നുകൂടി നോക്കാം. സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് പകരമായി പൊതുവെ പകരമായിട്ട് സ്വീകരിക്കപ്പെടുന്ന എന്തിനേയും പൊതുവെ പണം എന്ന് വിളിക്കാം. അതുപോലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം നിശ്ചയിച്ച് കൈമാറ്റം സുഗമമാക്കാൻ സഹായിക്കുന്നത് പണമാണ്. ഓക്കെ, ഇനി അടുത്തത് ബാങ്ക് എന്താന്നുള്ളതിന്റെ ഒരു നിർവചനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇറ്റാലിയൻ ഭാഷയിലെ ബാങ്ക. അപ്പൊ ഏത് ഭാഷ? ഇറ്റാലിയൻ ഭാഷ. ഇറ്റാലിയൻ ഭാഷയിലെ ബാങ്ക, അതുപോലെ ഫ്രഞ്ച് ഭാഷയിലെ ബാങ്ക്. ഓക്കെ, എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ബാങ്ക് എന്ന വാക്കുണ്ടായത്. രണ്ട് വാക്കുകളുടെയും അർത്ഥം ബെഞ്ച് എന്നാണ് കേട്ടോ. ബാങ്ക എന്ന വാക്കിന്റെയും ബാങ്ക് എന്ന വാക്കിന്റെയും അർത്ഥം എന്താണ്? ബെഞ്ച് എന്നാണ്. പണ്ട് ഇറ്റാലിയൻ തെരുവുകളിൽ സ്വർണവും വെള്ളിയും ഒക്കെ ഈടായിട്ട് സ്വീകരിച്ച് വ്യാപാരികൾ പണം കടം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നാണയങ്ങൾ നിരത്തിവെച്ച ബെഞ്ചുകളിൽ ഇരുന്നാണ് അവർ ഇടപാടുകൾ നടത്തിയിരുന്നത്. അപ്പൊ ബെഞ്ച് എന്ന് ഈ ഒരു ബെഞ്ച് എന്ന് അർത്ഥം വരുന്ന ബാങ്ക് എന്ന് പറഞ്ഞ ഈ ഒരു ടേം വരാനുള്ള കാരണം മനസ്സിലായല്ലോ അല്ലെ? എന്താണ് പറഞ്ഞിട്ടുള്ളത്? നാണയങ്ങൾ നിരത്തിവെച്ച ബെഞ്ചുകളിൽ ഇരുന്നാണ് ഇറ്റലിയിൽ ഈ പണമിടപാടുകാർ പണം കൈമാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി പ്രാദേശിക പണമിടപാട് സ്ഥാപനങ്ങൾ ബാങ്കുകളായി വളർന്നപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് നോക്കാം. കൂടുതൽ പേർക്ക് വായ്പ ലഭിച്ചു തുടങ്ങി അല്ലെ? ചൂഷണത്തിന്റെ അളവ് കുറഞ്ഞു. ജനങ്ങളിൽ സമ്പാദ്യശീലം വർദ്ധിക്കാനും കാരണമായിട്ടോ. അപ്പൊ 3 കാര്യങ്ങളാണ്. കൂടുതൽ പേർക്ക് വായ്പ ലഭിച്ചു തുടങ്ങി, ചൂഷണത്തിന്റെ അളവ് കുറഞ്ഞു, ജനങ്ങളിൽ സമ്പാദ്യശീലം വർദ്ധിച്ചു. ഓക്കെ,
ഇനി ഇവിടുന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോട് കൂടിയാണ് ഇന്ത്യയിൽ പുതിയൊരു ബാങ്കിംഗ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യയുടെ കമ്പനിയുടെ വരവോട് കൂടിയാണ് എന്താ ഈ ഒരു ബാങ്കിംഗ് സിസ്റ്റത്തിന് തുടക്കം കുറിച്ചത്. 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യ ബാങ്ക്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എത്രാണ് വർഷം? 1770 സ്ഥാപിതമായത്. ഏത് ബാങ്കാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ കേട്ടോ. ഇതാണ് ഇന്ത്യയിലെ ആദ്യ ബാങ്ക്. കേരളത്തിലെ ആദ്യ ബാങ്ക് 1899 കോഴിക്കോട് ആസ്ഥാനമായി സ്ഥാപിതമായ നെടുങ്ങാടി ബാങ്കാണ് കേട്ടോ. നെടുങ്ങാടി ബാങ്കാണ്. ഓക്കെ, മാറിപ്പോരുത്. എന്താണ്? 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് 1889 കോഴിക്കോട് ആസ്ഥാനമായിട്ട് സ്ഥാപിതമായ നെടുങ്ങാടി ബാങ്ക് കേട്ടോ. നെടുങ്ങാടി ബാങ്ക്. അപ്പു നെടുങ്ങാടിയാണ് ഈ സ്വകാര്യ ബാങ്ക് സ്ഥാപിച്ചത് കേട്ടോ. ഓക്കെ, ഇനി 1935 സ്ഥാപിക്കപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്. അപ്പം ഓരോ വർഷവും ഒന്ന് നോട്ട് ചെയ്യട്ടോ. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI സ്ഥാപിതമായത്. 1935 കേട്ടോ. ഇതാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്. ഇതിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. ഓക്കെ, ഇതിന്റെ ആസ്ഥാനം എവിടാണ്? മുംബൈയിലാണ്. 1870 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാന്. നെടുങ്ങാടി ബാങ്ക്, കേരളത്തിലെ ആദ്യ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് സ്ഥാപിച്ചത് 1899 അപ്പു നെടുങ്ങാടിയാണ് സ്ഥാപിച്ചത്. 1935 RBI സ്ഥാപിതമായത്. RBIയുടെ ആസ്ഥാനം മുംബൈ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കട്ടോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന ധർമ്മങ്ങളാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ₹1 നോട്ട് ഒഴികെ എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ആരാ? അത് RBI ആണ് കേട്ടോ. ₹1 നോട്ടില്ല, ₹1 നോട്ട് അച്ചടിക്കുന്നില്ല. ബാക്കി എല്ലാ നോട്ടുകളും, എല്ലാ കറൻസി നോട്ടുകളും അച്ചടിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. വായ്പയെ നിയന്ത്രിക്കുന്നു, വായ്പ നിയന്ത്രിക്കുന്നു. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI ആണ് കേട്ടോ. ഗവൺമെന്റിന്റെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, 4 കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? ₹1 നോട്ട് ഒഴികെ ബാക്കി എല്ലാ കറൻസി നോട്ടുകളും അച്ചടിക്കുന്നത് ആരാണ്? അച്ചടിച്ചിറക്കുന്നത് RBI ആണ്. വായ്പ നിയന്ത്രിക്കുന്നു. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI ആണ്. ഗവൺമെന്റിന്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നതും RBI ആണ് കേട്ടോ. റിസർവ് ബാങ്കിന്റെ വിവരങ്ങൾ കുറിച്ച് വായനക്കാരുടെ പേരെന്തായിരുന്നു? RBI എന്നാണ് സ്ഥാപിതമായത് 1935. പിന്നെ നമ്മൾ ഈ ധർമ്മങ്ങൾ പറഞ്ഞു അല്ലെ, ഈ 4 കാര്യങ്ങളാണ് ഈ ഒരു പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ കേട്ടോ. ഇനി ബാങ്കുകളുടെ പ്രവർത്തനമാണ് പറയുന്നത്. അടുത്ത ഹെഡിങ്, വസ്തു വിറ്റുകിട്ടിയ 5 ലക്ഷം രൂപ കയ്യിലുണ്ട്. അടുത്ത വർഷം മകളുടെ ഉന്നത പഠനത്തിനായി ഈ തുക വേണ്ടിവരും. അതുവരെ ഈ പണത്തിൽ നിന്നും വരുമാനം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വീടിന് 12 ലക്ഷം രൂപയാകും. എന്റെ കൈവശം 5 ലക്ഷം രൂപയേ ഉള്ളൂ. ബാക്കി 7 ലക്ഷം രൂപ കടമായി വാങ്ങാം. 15 വർഷത്തിനകം തവണകളായി തിരികെ നൽകാം. എന്താണ്? 2 വ്യക്തികളുടെ കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. ഈ 2 സാഹചര്യങ്ങളും പരിശോധിക്കൂ. 2 വ്യക്തികളുടെയും ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ്? വ്യക്തികളുടെ ഇത്തരം ആവശ്യങ്ങൾ സാധ്യമാക്കുന്നത് ബാങ്കുകളാണ്. ഒന്നാമത്തെ വ്യക്തിക്ക് എന്തായിരുന്നു? ഉള്ള പണത്തിൽ നിന്നും പിന്നെ വീണ്ടും വരുമാനം, അതിൽ വരുമാനം ലഭിക്കണം എന്നാണ് അല്ലെ ആഗ്രഹം. രണ്ടാമത്തെ വ്യക്തിക്കോ, അവർക്ക് കുറഞ്ഞ ക്യാഷ് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. ബാക്കി അവർക്ക് വീട് വാങ്ങാനുള്ള ബാക്കി ക്യാഷ് കൂടി എന്താണ്? ഈ ഒരു ബാങ്കിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ 15 വർഷത്തിനകം തവണകളായിട്ട് തിരികെ അടയ്ക്കാം എന്നാണ് രണ്ടാമത്തെ വ്യക്തി പറയുന്നത് കേട്ടോ. വ്യക്തികളുടെ ഇത്തരം ആവശ്യങ്ങൾ സാധ്യമാക്കുന്നത് ബാങ്കുകളാണ്. നിക്ഷേപകരുടെയും വായ്പ സ്വീകരിക്കുന്നവരുടെയും മധ്യവർത്തികളായി ബാങ്കുകൾ നിലകൊള്ളുന്നു. പൊതു നിയമാവലിയുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. നിക്ഷേപകരും വായ്പ സ്വീകരിക്കുന്നവരും. നിക്ഷേപകർ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. നിക്ഷേപകര് നമുക്ക് വ്യക്തികള്, സ്ഥാപനങ്ങള്, സർക്കാർ. ഓക്കെ, വ്യക്തികൾ ഇവരാണ് നിക്ഷേപകർ കേട്ടോ. ഇവര് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് ആരാണ്? ബാങ്ക് ആണ് അല്ലെ. അപ്പൊ ബാങ്കിൽ നിക്ഷേപിക്കാണ്. അവരുടെ സമ്പാദ്യങ്ങള് ബാങ്കിൽ നിക്ഷേപിക്കാണ്. നിക്ഷേപം സ്വീകരിക്കുന്നു ബാങ്ക്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ കിട്ടിയിട്ടുള്ള ഈ ഒരു നിക്ഷേപത്തുകൾ എന്ത് ചെയ്യും? വായ്പകളായിട്ട് മറ്റുള്ള വ്യക്തികൾക്ക് നൽകുക ചെയ്യുന്നത്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സർക്കാരിനൊക്കെ വായ്പകളായിട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ വായ്പ സ്വീകരിക്കുന്നവരും വ്യക്തികളാവാം, സ്ഥാപനങ്ങളാവാം, സർക്കാർ ആവാം. ഇനി ഇത് നേരെ തിരിച്ച് എന്നിട്ട് എന്താണ്?
ഈ ഒരു വായ്പ സ്വീകരിക്കുന്നവര് പിന്നീട് വായ്പകൾ പലിശയോടെ തിരിച്ചടയ്ക്കുക ചെയ്യുന്നത്. നിക്ഷേപങ്ങൾ പലിശയോട് കൂടി തിരിച്ചു നൽകുന്നു. അപ്പൊ ഈ ഒരു നിക്ഷേപിച്ച ആളുകൾക്കും എന്താണ് ബാങ്ക് ഇതേപോലെ പലിശ കൊടുക്കുന്നുണ്ട് ട്ടോ. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ എന്താണ് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഈ ഒരു പട്ടിക ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവരിൽ നിന്നും ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. നിക്ഷേപങ്ങൾ നിശ്ചിത കാലാവധിക്ക് ശേഷം പലിശയോടുകൂടി ബാങ്ക് തിരികെ നൽകുന്നു. ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്നാണ് ബാങ്ക് ആവശ്യക്കാർക്ക് പണം വായ്പയായിട്ട് നൽകുന്നത്. വായ്പ സ്വീകരിക്കുന്നവർ പലിശയോടുകൂടി തുക ബാങ്കിന് തിരികെ നൽകുന്നു. ബാങ്കിംഗ് വ്യവസായം നടത്തിയ വ്യക്തിയെയോ സ്ഥാപനത്തെയോ ബാങ്കർ എന്നറിയപ്പെടുന്നു. ഓക്കെ, ബാങ്കിംഗ് വ്യവസായം നടത്തുന്ന വ്യക്തിയെയോ സ്ഥാപനത്തെയോ ബാങ്കർ എന്നറിയപ്പെടുന്നു. രണ്ട് പരസ്യങ്ങളാണ് കൊടുത്തത്. സ്ഥിര നിക്ഷേപം പലിശ 7.5%, ഹൗസിംഗ് ലോൺ പലിശ 12%. ഓക്കെ, അപ്പൊ പണം വാങ്ങുമ്പോൾ അധികമായി തിരികെ നൽകേണ്ടതും നിക്ഷേപങ്ങൾക്ക് അധികമായി ലഭിക്കുന്നതുമായ തുകയാണ് പലിശ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്, പണം നമ്മൾ കടം വാങ്ങുമ്പോൾ അധികമായിട്ട് നമ്മൾ തിരികെ നൽകേണ്ടതും നിക്ഷേപങ്ങൾക്ക് അധികമായിട്ട് ലഭിക്കുന്നതുമായിട്ടുള്ള തുകയാണ് പലിശ. നിക്ഷേപത്തിനും വായ്പയ്ക്കും പലിശയുണ്ട്. വായ്പ എടുക്കുന്നവരിൽ നിന്നും ബാങ്ക് ഒരു നിശ്ചിത തുക പലിശയായി ഈടാക്കുന്നു. ഇതിൽ നിന്നാണ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള തുക കണ്ടെത്തുന്നതും പണം നിക്ഷേപിച്ചവർക്കുള്ള പലിശ നൽകുന്നതും. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ഇവിടെ നിക്ഷേപിക്കും സ്ഥിര നിക്ഷേപത്തിന് 7.5% പലിശ പിന്നെ തിരിച്ച് എന്താണ് നിക്ഷേപകർക്ക് കൊടുക്കുന്ന പലിശ ആണ് കേട്ടത്. എന്നാൽ ഹൗസിംഗ് ലോൺ എടുത്തവർക്കുള്ള 12%. അതിപ്പോ ഹൗസിംഗ് ലോൺ എടുത്തവരിൽ നിന്നും 12% പലിശ വാങ്ങുന്നുണ്ട്. എന്നാൽ നിക്ഷേപകർക്ക് 7.5% പലിശയെ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ബാക്കി എന്താണ്, ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഈ ബാക്കിയുള്ള ഈ ഒരു തുക എടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലോൺ എടുക്കുമ്പോൾ എന്താണ്, നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ക്യാഷ് അവിടെയുള്ള പലിശ എന്താണ് കൂടുതലാണ്. പക്ഷെ എന്താണ് നിക്ഷേപകർക്ക് കൊടുക്കുന്നത്, സ്ഥിരം നിക്ഷേപിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പലിശ എന്താണ്, പലിശയുടെ ശതമാനം കുറവാണ് കേട്ടോ. ഇതിൽ നിന്നാണ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള തുക കണ്ടെത്തുന്നതും പണം നിക്ഷേപിച്ചവർക്കുള്ള പലിശ നൽകുന്നത് എന്താണ്, ബാങ്കില് പിന്നെ എന്താ വായ്പ എടുത്തവരിൽ നിന്നും വാങ്ങുന്ന പലിശയാണ് കേട്ടോ. അക്കൗണ്ട് തുടങ്ങാം. എനിക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനായി അമ്മയോടൊപ്പമാണ് ഞാൻ ബാങ്കിലേക്ക് പോയത്. എന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയും മറ്റു രേഖകളും അമ്മ കയ്യിൽ കരുതിയിരുന്നു. അക്കൗണ്ട് തുടങ്ങാനുള്ള ഫോറം പൂരിപ്പിച്ച് ഞാൻ അതിൽ ഒപ്പിട്ടു. പൂരിപ്പിച്ച അപേക്ഷയും കൈവശമുണ്ടായിരുന്ന രേഖകളും അമ്മ കൗണ്ടറിൽ ഏൽപ്പിച്ചു. ഇതെന്താണ്, അക്കൗണ്ട് തുടങ്ങുന്നതിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അക്കൗണ്ട് പിന്നെ തുടങ്ങാനായിട്ട് വേണ്ടത്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, ആധാർ കാർഡിന്റെ കോപ്പി വേണം അല്ലെ, പിന്നെന്താണ് ഒരു ഫോം ഫില്ല് ചെയ്യണം. അതുപോലെ പിന്നെന്താണ് അതിൽ ഫോം ഫില്ല് ചെയ്ത് ഒപ്പിട്ട് പൂരിപ്പിച്ച അപേക്ഷയും കൈവശമുണ്ടായിരുന്ന രേഖകളും അമ്മ കൗണ്ടറിൽ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനായിട്ട് ആവശ്യമുള്ളത്. ഇനിയും എന്താണ് ബാങ്ക് അക്കൗണ്ട്, അതിന് മുന്നായിട്ട് പാസ്ബുക്കിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. എന്താ പാസ്ബുക്ക്? ബാങ്കും ഉപഭോക്താവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനമാണ് പാസ്ബുക്ക്. ഉടമയുടെ പേര്, വിലാസം, അക്കൗണ്ടിന്റെ സ്വഭാവം, അക്കൗണ്ട് നമ്പർ, ബാങ്കിനെ സംബന്ധിക്കുന്ന അടിസ്ഥാന വിവരങ്ങൾ എന്നിവ ഇതിലുണ്ടാകും. ഓക്കെ, അപ്പൊ ബാങ്കും ഉപഭോക്താവും തമ്മിലുള്ള ഒരു സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനമാണ് പാസ്ബുക്ക് കേട്ടോ. 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ഇപ്പൊ 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് എന്നാണ് പറയുന്നത് കേട്ടോ. എന്നാൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് രക്ഷിതാവിനോടൊപ്പം സംയുക്ത അക്കൗണ്ട്, ജോയിന്റ് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓൺലൈൻ ആയിട്ടും ആരംഭിക്കാവുന്നതാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും എന്നാണ് പറയുന്നത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ജോയിന്റ് അക്കൗണ്ട് ആണ് കേട്ടോ. രക്ഷിതാവിനോടൊപ്പം ജോയിന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ സംയുക്ത അക്കൗണ്ട് എടുക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ബാങ്ക് അക്കൗണ്ട് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? അതായത് ഗവൺമെന്റ് വിവിധ ഗ്രാന്റുകൾ ലഭിക്കുന്നതിന് അല്ലെ, അതായത് സ്കോളർഷിപ്പ് പോലുള്ള ഗ്രാന്റുകൾ ഗവൺമെന്റിൽ നിന്നൊക്കെ ലഭിക്കാനായിട്ട് നമുക്ക് എന്താണ്, വിദ്യാർത്ഥികൾക്ക് ബാങ്ക് അക്കൗണ്ട് വേണം. അതുപോലെ പിന്നെന്താണ്, കമ്പ്യൂട്ടർ സാക്ഷരത അല്ലെ, അതുപോലെ പിന്നെ ബാങ്കിനെ പറ്റിയിട്ടുള്ള അറിവുകളൊക്കെ ലഭിക്കുന്നതിന്, അതായത് ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നതിനെ പറ്റിയും എടുക്കുന്നതിനെ പറ്റിയും ഒക്കെ അറിവ് ലഭിക്കുന്നതിനായിട്ടും എന്താണ് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ എന്താണ്, കുട്ടികളില് സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഒക്കെ തുടങ്ങാവുന്നതാണ് അല്ലെ. ഇനി വിവിധ തരം അക്കൗണ്ടുകളും നിക്ഷേപങ്ങളും ആണ് കേട്ടോ.
ആകാശ് എന്താ പറയുന്നത്, ടീച്ചർ റിയയുടെ പാസ്ബുക്കിൽ റിയയുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ, എന്നാൽ എന്റെ പാസ്ബുക്കിൽ എന്റെയും അമ്മയുടെയും ഫോട്ടോ ഉണ്ടല്ലോ, അതെന്താന്ന് ചോദിക്കുന്നുണ്ട്. ടീച്ചർ എന്താ പറയുന്നത്, ആകാശ് അത് രണ്ടും രണ്ടു തരം അക്കൗണ്ടുകളാണ്. ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് അക്കൗണ്ടുകളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാം. ബാങ്ക് അക്കൗണ്ടുകൾ എന്താണ്, ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ തന്നെ മൂന്നായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. വ്യക്തിഗത അക്കൗണ്ട്, അതായത് ഇൻഡിവിജ്വൽ അക്കൗണ്ട്, സംയുക്ത അക്കൗണ്ട് അല്ലെങ്കിൽ ജോയിന്റ് അക്കൗണ്ട്, അടുത്തത് സ്ഥാപന അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട് കേട്ടോ. എന്താണ് വ്യക്തിഗത അക്കൗണ്ട്? ഒരു വ്യക്തിയുടെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ട് ആണ് എന്ത്, വ്യക്തിഗത അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അക്കൗണ്ട് കേട്ടോ. ആ വ്യക്തിക്ക് മാത്രമേ ഈ അക്കൗണ്ടിലൂടെ ബാങ്കുമായിട്ട് ഇടപാടുകൾ നടത്താൻ കഴിയൂ. ഇനി അടുത്തത് സംയുക്ത അക്കൗണ്ട് അല്ലെങ്കിൽ ജോയിന്റ് അക്കൗണ്ട്. രണ്ടോ അതിലധികമോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചേർന്ന് ആരംഭിക്കുന്ന അക്കൗണ്ടാണ് സംയുക്ത അക്കൗണ്ട്. അടുത്തത് സ്ഥാപന അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട്. ഒരു സ്ഥാപനത്തിന്റെ പേര് തുടങ്ങുന്നതാണ്. സ്ഥാപനത്തിലെ അധികാരപ്പെട്ട വ്യക്തിയെയാണ് അക്കൗണ്ട് ആരംഭിക്കുന്നതിനും ഇടപാടുകളും നടത്തുന്നത് ആരാണ്, സ്ഥാപനത്തിന്റെ അധികാരപ്പെട്ട വ്യക്തിയാണ് കേട്ടോ. ഓക്കെ, വ്യക്തിഗത അക്കൗണ്ട്, സംയുക്ത അക്കൗണ്ട്, സ്ഥാപന അക്കൗണ്ട്. ഇനി വ്യത്യസ്ത തരം അക്കൗണ്ടുകൾ നമ്മൾ പരിചയപ്പെട്ടില്ലേ. ഇനി നിക്ഷേപങ്ങളുടെയും അവയുടെ സ്വഭാവം അനുസരിച്ച് പലതായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാന്ന് നോക്കാം. നിക്ഷേപങ്ങളും പലതരമുണ്ട്. ഏതൊക്കെയുണ്ട്? സമ്പാദ്യ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ സേവിംഗ് ഡെപ്പോസിറ്റ്. അടുത്തത് പ്രചലിത നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ കറന്റ് ഡെപ്പോസിറ്റ്. സ്ഥിര നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. അടുത്തത് ആവർത്തിത നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ റീകറിംഗ് ഡെപ്പോസിറ്റ് കേട്ടോ. എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സമ്പാദ്യ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ സേവിംഗ് ഡെപ്പോസിറ്റ് എന്താണ്? വ്യക്തികളെ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയുള്ള നിക്ഷേപമാണിത് കേട്ടോ. വ്യക്തിഗത സംയുക്ത അക്കൗണ്ടുകൾ സമ്പാദ്യ നിക്ഷേപം തുടങ്ങാവുന്നതാണ്. ഈ നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കുറഞ്ഞ നിരക്കിൽ പലിശ നൽകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സമ്പാദ്യ നിക്ഷേപങ്ങൾക്ക് കുറഞ്ഞ നിരക്കിലാണ് നൽകുന്നത്. എത്ര തവണ വേണമെങ്കിലും നമുക്ക് പണം നിക്ഷേപിക്കാം, എന്നാൽ പണം പിൻവലിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ സമ്പാദ്യ നിക്ഷേപങ്ങൾ എന്താണ്, വ്യക്തികളെ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയാണ്. അതുപോലെ എന്താണ്, ഈ ഒരു വ്യക്തിഗത സംയുക്ത അക്കൗണ്ടുകാർക്ക് സമ്പാദ്യ നിക്ഷേപം തുടങ്ങാവുന്നതാണ്. ഈ നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കുറഞ്ഞ രീതിയിലാണ് പലിശ നൽകുന്നത്. എത്ര തവണ വേണമെങ്കിലും നിക്ഷേപിക്കാം, എന്നാൽ പിൻവലിക്കുന്നതിന് കുറച്ച് നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് പ്രചലിത നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ കറന്റ് ഡെപ്പോസിറ്റ് എന്താണ്? വ്യാപാരികളെയും വ്യവസായികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിക്ഷേപമാണ് ഈ ഒരു കറന്റ് ഡെപ്പോസിറ്റ് കേട്ടോ. ഒരു ദിവസം എത്ര ഇടപാടുകൾ വേണമെങ്കിലും നടത്താം. പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും നിയന്ത്രണങ്ങളില്ല. ഈ നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കുന്നതല്ല. അപ്പൊ പലിശ ലഭിക്കാത്ത നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ കറന്റ് ഡെപ്പോസിറ്റ് കേട്ടോ. ഇവിടെ പലിശ ലഭിക്കില്ല. അതുപോലെ പിന്നെന്താണ്, ആരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്? വ്യാപാരികളെയും വ്യവസായികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിക്ഷേപമാണ് കേട്ടോ. ഒരു ദിവസം എത്ര ഇടപാടുകൾ വേണമെങ്കിലും നടത്താം. ഓക്കെ, ഈ നിക്ഷേപത്തിന് പലിശ ലഭിക്കുന്നതല്ല. അടുത്തത് സ്ഥിര നിക്ഷേപങ്ങൾ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടാണ് പറയുന്നത്. സ്ഥിര നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്താണ്? ഒറ്റ തവണ മാത്രം നിക്ഷേപിക്കുകയും ഒരു നിശ്ചിത കാലയളവിന് ശേഷം നിക്ഷേപം പലിശയോടുകൂടി പിൻവലിക്കുകയും ചെയ്യാവുന്നതാണെന്ത്? ഇത്തരം നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കൂടുതൽ പലിശ നൽകുന്നു. ഒറ്റത്തവണ മാത്രം നിക്ഷേപിക്കുകയും ഒരു നിശ്ചിത കാലയളവിന് ശേഷം പിൻവലിക്കുകയും ചെയ്യുന്ന നിക്ഷേപമാണ് സ്ഥിര നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. കൂടുതൽ പലിശയും ലഭിക്കുന്നുണ്ട് ഇവിടെ. അടുത്തത് ആവർത്തിത നിക്ഷേപങ്ങൾ എന്താണ്? റീകറിംഗ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ആവർത്തിത നിക്ഷേപങ്ങൾ സ്ഥിര നിക്ഷേപത്തിന്റെ മറ്റൊരു രൂപമാണ് കേട്ടോ. അതായത് ഒരു പ്രത്യേക കാലയളവിലേക്ക് നിശ്ചിത തുക കൃത്യമായിട്ടുള്ള ഇടവേളകൾ, അതായത് ദിവസത്തിലോ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ നൽകട്ടോ ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കാം. അപ്പൊ അത് കാലാവധി പൂർത്തിയായതിനു ശേഷമേ തുക പിൻവലിക്കാൻ കഴിയൂ. സമ്പാദ്യ നിക്ഷേപത്തെക്കാൾ കൂടുതൽ പലിശ ലഭിക്കുന്നുണ്ട് ഈ ഒരു ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റീകറിംഗ് ഡെപ്പോസിറ്റ് ഉണ്ടോ. അപ്പൊ എന്തൊക്കെയാണ്? സമ്പാദ്യ നിക്ഷേപങ്ങൾ, പ്രചലിത നിക്ഷേപങ്ങൾ, സ്ഥിര നിക്ഷേപങ്ങൾ, ആവർത്തിത നിക്ഷേപങ്ങൾ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഒരു തമ്മിലുള്ള വ്യത്യാസമാണ് പറയാനുള്ളത്. ഇനി എന്താണ്, വർക്ക് ഷീറ്റ് പൂർത്തിയാക്കാമെന്ന് കൊടുത്തിട്ടുണ്ട്. ഓരോ നിക്ഷേപങ്ങളെ പറ്റിയും അതുപോലെ അതിന് കാലയളവ്, പലിശ, പിൻവലിക്കലൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്താണ്, സമ്പാദ്യ നിക്ഷേപത്തിന് എന്താ കാലയളവ് ബാധകമല്ല അല്ലെ. എന്നാൽ പലിശ എന്താണ്, കുറഞ്ഞ പലിശ ഉണ്ടാവും. കുറഞ്ഞ പലിശ ഉണ്ടാവും അല്ലെ, കുറഞ്ഞ പലിശ. പിന്നെന്താണ്, പിൻവലിക്കാന് നിയന്ത്രണങ്ങൾ. എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാം, എന്നാൽ പിൻവലിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലല്ലോ. അടുത്തത് പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറന്റ് ഡെപ്പോസിറ്റ് ആണ്. കാലയളവ് ബാധകമല്ല, പലിശ ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു. പിൻവലിക്കൽ എന്താണ്, നിയന്ത്രണമില്ല. ഇനി അടുത്തത് എന്തായിരുന്നു, നമ്മുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അല്ലെ.
ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ പിന്നെന്താണ് സ്ഥിര നിക്ഷേപം എന്ന് പറഞ്ഞു നമ്മള്. സ്ഥിര നിക്ഷേപം എന്താണ്? കാലയളവ് ബാധകമാണ് അല്ലെ? പലിശയെ നമ്മൾ പറഞ്ഞു ഉയർന്ന പലിശ ഉണ്ട്, ഉയർന്ന പലിശ കാലാവധിക്ക് ശേഷം മാത്രമേ പിൻവലിക്കാവൂ. ഇനി ആവർത്തിത നിക്ഷേപം കാലയളവ് ബാധകമാണ് അല്ലെ? ബാധകമാണ്. അതുപോലെ ഉയർന്ന പലിശ ഉണ്ട്, പിൻവലിക്കാൻ എന്താ കാലാവധിക്ക് ശേഷം മാത്രമേ പിൻവലിക്കാൻ പറ്റൂ. ഓക്കെ. ഇനി 1970കളുടെ തുടക്കത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സമ്പാദ്യ പദ്ധതിയാണ് സഞ്ജയ് കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? വർഷം ഒന്ന് നോക്കുക, 1970കളുടെ തുടക്കത്തിലാണ്, 1970കളുടെ തുടക്കത്തിലാണ് ഈ സഞ്ജയ്ക സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു സഞ്ജയ്ക എന്നുള്ള പേര് മാറിയിട്ടുണ്ട്, സ്റ്റുഡന്റ് സേവിങ് സ്കീം എന്നായിട്ട് കേട്ടോ. സ്റ്റുഡൻസ് സേവിങ് സ്കീം എന്നായിട്ടുണ്ട്. ഈ എന്ന പേരിലാണ് ഈ ഒരു പദ്ധതി അറിയപ്പെടുന്നത്. വിദ്യാർത്ഥികളെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബാങ്കിംഗ് പ്രവർത്തനത്തെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടി രൂപപ്പെടുത്തിയതാണിത്. ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ കീഴിലാണിത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്നും അക്കൗണ്ട് നമ്പർ രേഖപ്പെടുത്തിയ പാസ്ബുക്ക് ലഭിക്കും. ഇതിലെ ഒരു കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണെന്ന് ഓർക്കണം കേട്ടോ. അതുപോലെ വർഷവും നോട്ട് ചെയ്യട്ടോ. പിന്നെ ഇപ്പോഴത്തെ പേരും സ്റ്റുഡന്റ് സേവിങ് സ്കീം. ഇത്രയാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി അടുത്തത് വിവിധ തരം ബാങ്കുകളെ പറ്റി. അവിടെ ഏതൊക്കെ? യൂണിയൻ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, SBI, അതുപോലെ എന്താണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം വിവിധ തരം ബാങ്കുകളെ പരിചയപ്പെടാം. വാണിജ്യ ബാങ്കുകള്, സഹകരണ ബാങ്കുകള്, വികസന ബാങ്കുകൾ. ഫസ്റ്റ് തന്നെ നമുക്ക് വാണിജ്യ ബാങ്കുകൾ എന്താന്ന് നോക്കാം. ബാങ്കിംഗ് മേഖലയിൽ ഏറ്റവും പഴക്കം ചെന്നതും ധാരാളം ശാഖയുള്ളതുമായ ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ കേട്ടോ. ഏറ്റവും പഴക്കം ചെന്നതും അതുപോലെ ധാരാളം ശാഖകൾ ഉള്ളതുമായിട്ടുള്ള ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ. നിക്ഷേപം സ്വീകരിക്കല്, വായ്പ നൽകല്, ലോക്കർ സൗകര്യം, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഓൺലൈൻ ബാങ്കിങ് എന്നീ സേവനങ്ങൾ ഇടപാടുകാർക്ക് ലഭ്യമാക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ വാണിജ്യ ബാങ്കുകളെ പൊതുമേഖലാ ബാങ്കുകളെന്നും സ്വകാര്യ മേഖലാ ബാങ്കുകളെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വാണിജ്യ ബാങ്കുകൾ എന്താണ്? പൊതുമേഖലാ ബാങ്കുകളെന്നും സ്വകാര്യ ബാങ്കുകളെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ. ഇനി പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ മേഖലാ ബാങ്കുകളും തമ്മിലുള്ള വ്യത്യാസം എന്താ? പൂർണ്ണമായിട്ടും സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് പൊതുമേഖലാ ബാങ്കുകൾ. അപ്പൊ SBI ഒക്കെ എന്താണ്? പൊതുമേഖലാ ബാങ്കുകളാന്ന് പറഞ്ഞു അല്ലെ. ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് SBI. അതുപോലെ യൂണിയൻ ബാങ്കും കാനറ ബാങ്കും ഒക്കെ എന്താണ്? പൊതുമേഖലാ ബാങ്കുകളാണ്. ഇനി സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് സ്വകാര്യ ബാങ്കുകൾ. ഈ ബാങ്കുകളും റിസർവ് ബാങ്കിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ഉദാഹരണം സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക് ഒക്കെ എന്താ? ഫെഡറൽ ബാങ്ക് ഒക്കെ എന്താണ്? സ്വകാര്യ മേഖലാ ബാങ്കുകളാണ് കേട്ടോ. അടുത്തത് സഹകരണ ബാങ്കുകളെ പറ്റിയാണ്. കർഷകർക്കും കൈത്തൊഴിലുകാർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബാങ്കുകളാണ് സഹകരണ ബാങ്കുകൾ. കോഓപ്പറേറ്റീവ് ബാങ്ക് സ്വയം സഹായവും പരസ്പര സഹായവും പ്രോത്സാഹിപ്പിക്കുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക, നിക്ഷേപം വർദ്ധിപ്പിക്കുക, സ്വകാര്യ പണമിടപാടുകാരുടെ ചൂഷണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്നിവയാണ് സഹകരണ ബാങ്കുകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കേരള സർക്കാർ രൂപീകരിച്ച കേരള ബാങ്ക് അത്തരത്തിലൊരു ബാങ്കാണ്. ഗ്രാമീണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളെ റൂറൽ സഹകരണ ബാങ്കുകൾ എന്നും നഗരപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നവയെ അർബൻ സഹകരണ ബാങ്കുകൾ എന്നും വിളിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് പഠിക്കാനുള്ളത്, കേരള സർക്കാർ രൂപീകരിച്ച കേരള ബാങ്ക് എന്താണ്? ഇത്തരത്തിലുള്ള ഒരു സഹകരണ ബാങ്കാണ് കേട്ടോ. ഈ ഒരു ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളെ റൂറൽ സഹകരണ ബാങ്കുകൾ എന്നും എന്നാൽ നഗരപ്രദേശങ്ങളിലുള്ളവയെ അർബൻ സഹകരണ ബാങ്കുകൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. ഇനി കേരള ബാങ്കിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. കേരള സർക്കാർ രൂപീകരിച്ച ഒരു സഹകരണ ബാങ്കാണ് കേരള ബാങ്ക്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ആണ് കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സംസ്ഥാന സഹകരണ ബാങ്കും ജില്ലാ സഹകരണ ബാങ്കും സംയോജിപ്പിച്ചാണ് കേരള ബാങ്ക് രൂപീകരിച്ചത്. അപ്പൊ ഏതൊക്കെ ബാങ്കുകളാണ്? സംസ്ഥാന സഹകരണ ബാങ്കും ജില്ലാ സഹകരണ ബാങ്കും രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചാണ് കേരള ബാങ്ക് രൂപീകരിച്ചത്. ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരമാണ് കേരള ബാങ്കിന്റെ ആസ്ഥാനം. ഓക്കെ.
അടുത്തത് വികസന ബാങ്കുകളാണ് അടുത്തത്. വ്യവസായ, വാണിജ്യ, കാർഷിക രംഗങ്ങളിൽ ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ. ഉദാഹരണം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IFCI, ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്, നബാർഡ്. ഇതൊക്കെ എന്താ, നബാർഡ്, IFCI ഒക്കെ എന്താ വികസന ബാങ്കുകളാണ് കേട്ടോ. എന്തിനാണ്? വ്യവസായ, വാണിജ്യ, കാർഷിക രംഗങ്ങളിൽ ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളാണ് കേട്ടോ. ഇതൊക്കെ ഈ രണ്ടും നബാർഡും IFCI ഒക്കെ വികസന ബാങ്കുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇനി ബാങ്കിങ് മാറുന്ന മുഖം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇത്തരം നൂതന സംവിധാനങ്ങളുടെ ഉപയോഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ എന്താണ് UPIയിലെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ATMന്റെ ഒക്കെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആധുനിക കാലഘട്ടത്തിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് ബാങ്കിങ്. മാറുന്ന കാലത്തിനനുസരിച്ച് ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്ന നിരവധി സംവിധാനങ്ങൾ ബാങ്കുകാർ നടപ്പിലാക്കി വരുന്നു. ബാങ്കിൽ നേരിട്ട് പോയി ഇടപാടുകൾ നടത്തിയിരുന്ന കാലം മാറിയിരിക്കുന്നു. മൊബൈൽ ആപ്പുകൾ, ഇന്റർനെറ്റ് ബാങ്കിംഗ് എന്നിവയുടെ വരവോടുകൂടി ഇടപാടുകാർക്ക് വിവിധ ബാങ്കിംഗ് സേവനങ്ങൾ അനായാസം ലഭ്യമാകുന്നു. കയ്യിൽ പണം കരുതാതെയും പണമിടപാടുകൾ നടത്താൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് ബാങ്കിംഗ് മാറിക്കഴിഞ്ഞു. ഇവ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ATM ഉണ്ട്. ATMന്റെ ഫുൾ ഫോം കൊടുത്ത് ശ്രദ്ധിക്കട്ടെ. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ്. ATM ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ ATM നമ്മെ സഹായിക്കുന്നുണ്ടല്ലേ. അതുപോലെ CDM, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ, അതാ സൗകര്യം അനുസരിച്ച് ഏത് സമയത്തും പണം നിക്ഷേപിക്കാനും കഴിയുന്നുണ്ട് അല്ലെ. അടുത്തത് UPI, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആണ് കേട്ടോ. എല്ലാത്തിന്റെയും ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്യാട്ടോ. UPI എന്താണ്? യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളെ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഡിജിറ്റൽ സംവിധാനമാണിത് കേട്ടോ. UPI സംവിധാനമാണ് UPI. ബാങ്കിലോ ATMലോ പോകാതെ പണമിടപാടുകൾ നടത്താൻ ഈ സംവിധാനത്തിലൂടെ കഴിയും. ഏത് സമയത്തും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ പണം കൈമാറാം. QR കോഡ്, മൊബൈൽ ഫോൺ നമ്പർ, അക്കൗണ്ട് നമ്പർ എന്നിവ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താം. അപ്പൊ UPI യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആണ് കേട്ടോ. അടുത്തത് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ആണ്. പണമിടപാടുകൾ നടത്താൻ വേണ്ടി ബാങ്കുകൾ ഇടപാടുകാർക്ക് നൽകുന്ന കാർഡുകളാണ് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും. പണം കൈവശം കരുതണ്ട എന്നതാണ് ഇതിലൂടെ ഇടപാടുകാർക്ക് ലഭിക്കുന്ന പ്രധാന സൗകര്യം കേട്ടോ. എന്നാൽ അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ കഴിയൂ കേട്ടോ. അക്കൗണ്ടിൽ പണമില്ലെങ്കിലും ഇടപാടുകൾ നടത്താൻ സഹായിക്കുന്ന കാർഡാണ് ക്രെഡിറ്റ് കാർഡ്. ഇമ്പോർട്ടന്റ് ആണ്. ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്ക് നിശ്ചിത ദിവസത്തേക്ക് ബാങ്കുകൾ പണം കടമായിട്ട് നൽകുന്നത്. ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്ക് നിശ്ചിത ദിവസത്തേക്ക് ബാങ്കുകൾ പണം കടമായി ആണ് നൽകുന്നത്. സമയപരിധിക്കുള്ളിൽ പണം തിരികെ അടച്ചില്ലെങ്കിൽ ബാങ്കുകാര് പലിശ ഈടാക്കുന്നതാണ്. അടുത്ത ഹെഡിംഗ് ആണ് കരുതലോടെ ബാങ്കിങ്. ലോൺ ആപ്പുകൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ്. ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം തട്ടി. ഓൺലൈൻ ട്രേഡിംഗ്, അക്കൗണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു OTP കൈക്കലാക്കി പണം തട്ടിപ്പ്. അപ്പൊ എന്താണ്, ഓൺലൈൻ ആയിട്ടുള്ള ഒരുപാട് തട്ടിപ്പുകളെ പറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സൈബർ രംഗത്ത് ഇത്തരം തട്ടിപ്പുകൾ ഇന്ന് വ്യാപകമാണ്. ഇവ തിരിച്ചറിയുന്നതിനും പ്രതിരോധിക്കുന്നതിനും സ്വീകരിക്കേണ്ട മുൻകരുതലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ATM പിൻ, OTP എന്നിവ പങ്കുവയ്ക്കരുത്. സംശയാസ്പദമായ ഓൺലൈൻ ലിങ്കുകൾ തുറക്കാതിരിക്കുക. അക്കൗണ്ട് വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഫോൺ സന്ദേശങ്ങളോട് പ്രതികരിക്കാതിരിക്കുക. ATM പിൻ ഫോണിൽ സൂക്ഷിക്കാതിരിക്കുക. പിന്നെന്താണ്, ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിച്ച് പാസ്വേഡ് ഇടയ്ക്കിടെ മാറ്റുക. അതൊക്കെ. ഇനി ഇവിടെ ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പരാതിപ്പെടുന്നതിന് ഹെൽപ്പ് ലൈൻ സംവിധാനങ്ങൾ നിലവിലുണ്ട്. 1930 എന്നാണ് കേട്ടോ ഹെൽപ്പ് ലൈൻ നമ്പർ. ബാങ്കുകളുടെ രൂപീകരണം മുതൽ ഡിജിറ്റൽ ബാങ്കിംഗ് വരെയുള്ള നൂതന സങ്കേതങ്ങൾ നാം പരിചയപ്പെട്ടല്ലോ. സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിൽ ബാങ്കുകൾ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ച ബാങ്കിംഗ് സേവനങ്ങളും പണമിടപാടുകളും കൂടുതൽ സുഗമമാക്കിയിരിക്കുന്നു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ബാങ്കിംഗ് സേവനങ്ങൾ പ്രാപ്യമാക്കുന്നതിന് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. വർത്തമാന കാലത്ത് ബാങ്കിംഗ് ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തേണ്ടത് അനിവാര്യമാണ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ള കേട്ടോ. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഒക്കെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യട്ടോ. അതുപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിച്ചിട്ട് മാത്രം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കട്ടോ. അതുപോലെ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യണേ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.